ചിത്തം നിർവികാരമായ ആത്മതത്വമാണ്. ഉള്ള ഒരു നിർവികാര രൂപമാണ്. നിർവികാര രൂപം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മാറാത്തത്, എന്നും ഒരുപോലെ ഇരിക്കുന്നത്, അത് ആത്മാവ് മാത്രമാണ്. ഈ മനസ്സായി പ്രകടമാകുന്നത് ആത്മാവ് തന്നെ. പക്ഷെ മനസ്സ് ചലിക്കുന്നതാണല്ലോ, ആത്മാവ് ചലിക്കാത്തതാണല്ലോ. അത് കുഴപ്പമില്ല. ചലിക്കാത്ത ആത്മതത്വത്തിൽ മനസ്സ് ചലിക്കുന്നത് പോലെ തോന്നുന്നു. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. വാസ്തവത്തിൽ മനസ്സ് എന്ന ഒന്നില്ല. ചലനത്തിൻ്റെ മറ്റൊരു പേരാണ് മനസ്സ്. മനസ്സ് ചലിക്കാതായാൽ മനസ്സില്ല. ചലിക്കുമ്പോൾ മാത്രമേ മനസ്സിനെ നമുക്ക് അറിയാനോ അനുഭവിക്കാനോ കഴിയുകയുള്ളൂ. ഗാഢനിദ്രയിൽ മനസ്സ് ലയിച്ചു പോകുന്നു. മനസ്സിൻ്റെ അനുഭവം ഉണ്ടോ? മനസ്സുണ്ടെന്ന് നമ്മൾ പറയുമോ? മനസ്സ് അതിൻ്റെ ചലനത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് അതിൻ്റെ ഉറവിടമായ അവിദ്യയിൽ ലയിച്ചു പോകുന്ന അവസ്ഥയാണ് ഗാഢനിദ്ര എന്ന് പറയുന്നത്. അപ്പം അത് ഇടയ്ക്ക് പൊന്തുകയും ഇടയ്ക്ക് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒന്നാണ്. ഇങ്ങനെ വന്നു പോകുന്ന ഒന്നിനെ എങ്ങനെ സത്യം എന്ന് കരുതാൻ പറ്റും? സത്യമാണെങ്കിൽ അത് വരികയുമില്ല, പോവുകയുമില്ല. അത് എപ്പോഴും പ്രകാശിച്ചു നിൽക്കും, നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഉണ്ടാവും. ഗാഢനിദ്രയിലും അബോധാവസ്ഥയിലും മനസ്സിനെ ആരും അനുഭവിക്കാത്തത് കൊണ്ട് അത് ശാശ്വതമായ ഒരു സത്യമാണ് എന്ന് കരുതാൻ നിർവാഹമില്ല. ഉള്ള, അതായത് ചിത്തം, ഒരു നിർവികാര സത്യമാണ് എന്നത്രേ ഈ വാക്യത്തിൻ്റെ അർത്ഥം. നിർവികാര സത്യം എന്നതുകൊണ്ട് ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത് ആത്മാവ്, ബ്രഹ്മം എന്നതിനെയാണ്. സങ്കല്പങ്ങൾ മാറിമറയുന്ന താൽക്കാലികങ്ങളായ നാമരൂപ പ്രതിഭാസങ്ങളാണ്. സങ്കല്പം, ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ പൊന്തി മറയുന്നു. ഒരാൾക്ക് അതികഠിനമായ ദേഷ്യം ഉണ്ടാകുന്നു. കയ്യിൽ കിട്ടിയതെല്ലാം അയാൾ തറയിലിട്ട് പൊട്ടിക്കുകയാണ്. എല്ലാവരോടും ദേഷ്യപ്പെടുന്നു, കയർക്കുന്നു. കോപം ഉപശമിച്ചു കഴിഞ്ഞാൽ അയാളെ നോക്കിയാൽ ഇവനാണോ ഈ ആക്രാന്തം മുഴുവൻ കാണിച്ചത്? ഇവനാണോ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്തൊക്കെയായിരുന്നു പുകില്? അപ്പോൾ കോപം വരുമ്പോൾ നമ്മൾ മറ്റൊരാളെന്ന പോലെ ആയിത്തീരുന്നു. അത് മനസ്സിൻ്റെ താൽക്കാലിക അവസ്ഥ മാത്രമാണ്. ഇതുപോലെ തന്നെ കാമം, പക, വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ അല്പനേരം മാത്രം മനസ്സിൽ തങ്ങി നിന്നിട്ട് മറഞ്ഞു പോകുന്ന പ്രതിഭാസങ്ങളാണ്. അതൊന്നും വാസ്തവമല്ല. ഉണ്ടായി മറയുന്നത് വാസ്തവമല്ല. ഉണ്ടാകാതെ മറയാതെ എന്നും നിലനിൽക്കുന്നത് മാത്രമേ സത്യമാകാൻ പറ്റുകയുള്ളൂ. സ്ക്രീനിൽ സിനിമാ ചിത്രങ്ങൾ എന്ന പോലെ ചിത്തത്തിലാണല്ലോ ഈ നാമരൂപ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നത്. നാമരൂപങ്ങൾ നിരന്തരം പൊന്തിമറയുന്നത് മനസ്സാകുന്ന തിരശ്ശീലയിലാണ്, സ്ക്രീനിലാണ്. നാമരൂപ പ്രവാഹം മൂലം ചിത്തത്തിൻ്റെ സത്യസ്ഥിതി അറിയാനേ പറ്റുന്നില്ല. ഈ മനസ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? സദാ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. പലതരം ചിന്തകളും വികാരങ്ങളും പൊന്തി മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണോ നമ്മൾ സിനിമ കാണുമ്പോൾ ചിത്രങ്ങളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ പതിയുന്നത്, ഈ ചിത്രങ്ങൾക്ക് ആധാരമായി വർത്തിക്കുന്ന സ്ക്രീനിനെ നമ്മൾ കാണാതിരിക്കുന്നത്. ചിത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ ചിത്രത്തിൻ്റെ പുറകിൽ ചിത്രങ്ങളൊന്നുമില്ലാത്ത ശുദ്ധമായ ഒരു സ്ക്രീൻ ഉണ്ട് എന്ന് അയാൾക്ക് ഒരിക്കലും അറിയാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ചിത്രങ്ങൾ അപ്രത്യക്ഷമാകണം. സിനിമ തീർന്നു കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഈ സ്ക്രീനിലാണ് ചലച്ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ചിത്രങ്ങൾ ഉള്ളപ്പോൾ അധിഷ്ഠാനത്തെ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ചലിക്കുന്ന മനസ്സ് ഉള്ളിടത്തോളം കാലം ചലിക്കാത്ത ആത്മാവിനെ അറിയാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. സങ്കല്പങ്ങളെ അല്പാൽപമായി ഉപശമിപ്പിക്കൂ, മനസ്സ് ശാന്തമാകട്ടെ, ചിത്തവൃത്തികളിൽ നിന്നെല്ലാം ചിത്തം മുക്തമാകട്ടെ. അപ്പോൾ ചിത്തത്തിൻ്റെ അധിഷ്ഠാനം, ആധാരം എന്താണ് എന്നുള്ളത് അറിയാൻ കഴിയും. ഈ നാമരൂപ പ്രവാഹം ചിത്തത്തിലാണ് സദാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാമരൂപ പ്രവാഹം മൂലം ചിത്തത്തിൻ്റെ സത്യസ്ഥിതി അറിയാനേ പറ്റുന്നില്ല. എന്നാൽ നാമരൂപ പ്രവാഹത്തെ തടഞ്ഞു നോക്കിയാൽ അവിടെയാണ് നമ്മുടെ പൗരുഷത്തെ പ്രയോഗിക്കേണ്ടത്.
ചലിക്കുന്ന മനസ്സിൻ്റെ ചലനത്തെ നിരോധിക്കണം. ഒന്നിൻ്റെ ചലനത്തെ നമ്മൾ എങ്ങനെയാണ് നിരോധിക്കുക? അതിനെ പിടിച്ചു നിർത്തുക വഴി. ഈ മനസ്സിനെ എവിടെ പിടിച്ചാലാണ് അതിൻ്റെ ചലനം ഒന്ന് നിലയ്ക്കുക? എവിടെ? ഈ മനസ്സെന്ന് പറഞ്ഞ ഉള്ളി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തകളും വികാരങ്ങളും പൊന്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് പിടിക്കേണ്ടത് എന്നുള്ളത് മാത്രം അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാധനമില്ല. പിടി കിട്ടാൻ മാത്രം ഒന്നും അവിടെ ഇല്ല. വെറുതെ ഭ്രമരൂപത്തിൽ സങ്കല്പങ്ങളായി ഈ മനസ്സ് ഉള്ളിൽ പൊന്തുന്നു. ആ മനസ്സിൻ്റെ സ്വരൂപത്തെ അല്ലെങ്കിൽ അതിൻ്റെ അധിഷ്ഠാനത്തെ അറിയണമെങ്കിൽ ചിത്തത്തെ നിരോധിക്കണം. നാമരൂപ പ്രവാഹത്തെ തടഞ്ഞു നോക്കിയാൽ കാണാം അത്ഭുതകരമാം വണ്ണം ചിത്തം അതിൻ്റെ യഥാർത്ഥ രൂപം ആവിഷ്കരിക്കുന്നത്. ചിത്തം മാറി അതിൻ്റെ സ്ഥാനത്ത് ചിത്ത് തെളിയുന്നു. അപ്പോൾ മനസ്സിലാകും ചിത്താണ് നേരത്തെ എൻ്റെ ഉള്ളിൽ ചിത്തം എന്ന പേരിൽ പൊന്തി മറിഞ്ഞുകൊണ്ടിരുന്നത്. അത് ചിത്തിനെ കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്ക് പിടികിട്ടുകയുള്ളൂ. നിരോധിക്കപ്പെട്ട് നിശ്ചലവും നിർവികാരവുമായി തീരുന്ന ചിത്തം തന്നെയാണ് ബ്രഹ്മം. മനസ്സ് അതിൻ്റെ ചാഞ്ചല്യത്തെ ഉപേക്ഷിച്ചാൽ അതിൻ്റെ പേരാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ ചലനം ആരോപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പേരാണ് മനസ്സ്. വാസ്തവത്തിൽ ഒന്ന് തന്നെ മറ്റൊന്നായി കാണപ്പെടുന്നു. ചിത്ത് തന്നെ ചിത്തം. ചിത്തത്തിൽ നിന്ന് ചലനങ്ങൾ നീങ്ങിയാൽ, ചിത്തം ചലിക്കാതെയായാൽ അത് തന്നെ ചിത്തായും മാറുന്നു. നാമരൂപ പ്രവാഹത്തിൽപ്പെടുന്ന ചിത്തം പ്രപഞ്ചം. നാമരൂപങ്ങളിൽ ഭ്രമിച്ചു കഴിയുന്ന മനസ്സ് തന്നെയാണ് പ്രപഞ്ചം. ഒരു സംശയമില്ല. പ്രപഞ്ച നാമരൂപങ്ങളായി കാണുന്നത് നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് തന്നെയാണ്. അല്ലാതെ വേറിട്ടൊരു പ്രപഞ്ചമില്ല, ബാഹ്യലോകം എന്നൊന്നില്ല. മനസ്സിൻ്റെ ചലനമാണ് നാമരൂപങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നത്. എവിടെയൊക്കെ പ്രപഞ്ചാനുഭവം ഉണ്ടോ അവിടെയെല്ലാം ചലിക്കുന്ന മനസ്സും ഉണ്ടാവും. എവിടെ ചലിക്കുന്ന മനസ്സ് ഇല്ലയോ, മനസ്സ് ചലനത്തെ നിർത്തുന്നുവോ, അവിടെ പ്രപഞ്ചാനുഭവവും നിന്നുപോകും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മനസ്സ് തന്നെയാണ് പ്രപഞ്ചം. പക്ഷേ ഈ സത്യം പിടികിട്ടാൻ അല്പം പ്രയാസമുണ്ട്. പുറമേ ഒരു ലോകമുണ്ട്, അത് സത്യമാണ് എന്ന് നമ്മൾ കരുതി വശായിരിക്കുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സാണ് പ്രപഞ്ചമായി പുറത്ത് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും അതിബുദ്ധിമാന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുറമേ ഉള്ള ഒരു സത്യമാണ് പ്രപഞ്ചം എന്നാണ് ജീവന്മാർ വിചാരിക്കുന്നത്. നിശ്ചലവും നിർവികാരവുമായ ചിത്തം ബ്രഹ്മം. നാമരൂപ പ്രവാഹത്തിൽപ്പെടുന്ന ചിത്തം പ്രപഞ്ചം. വേദാന്ത സിദ്ധാന്തം മുഴുവൻ ഈ രണ്ട് കൊച്ചു വാക്യങ്ങളിൽ ഒതുങ്ങുന്നു. മാണ്ഡൂക്യകാരികയിൽ ഗൗഡപാദാചാര്യർ പറയുന്നത് നോക്കുക. മാണ്ഡൂക്യോപനിഷത്തിന് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഗൗഡപാദൻ. ആരാണ് ഈ ഗൗഡപാദൻ എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യരുടെ ഗുരുവായ ഗോവിന്ദ ഭഗവത്പാദരുടെയും ഗുരുവാണ് ഗൗഡപാദൻ. ഗുരുവിൻ്റെ ഗുരു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മാണ്ഡൂക്യോപനിഷത്തിൻ്റെ വ്യാഖ്യാനമായ മാണ്ഡൂക്യകാരികയിൽ നിന്ന് ഒരു ശ്ലോകം സാന്ദർഭികമായി ബാലകൃഷ്ണൻ നായർ സാർ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. യദാ നലീയതേ ചിത്തം നച വിക്ഷിപ്യതേ പുനഃ അനിങ്കനമനാഭാസം നിഷ്പന്നം ബ്രഹ്മതത്തദാ. എപ്പോഴാണോ മനസ്സ് ഗാഠനിദ്രയിലെന്ന പോലെ ലയിച്ചു പോകാതിരിക്കുന്നത്, ജാഗ്രത് സ്വപ്നങ്ങളിൽ എന്ന പോലെ ചലിക്കാതെയും ഇരിക്കുന്നത്, മനസ്സ് ചലിക്കുകയും അരുത്, ലയിച്ചു പോവുകയും അരുത്, അനിങ്കനം അനാഭാസം, അനക്കമില്ലാതെ നിശ്ചലമായി മനസ്സ് സ്ഥിതി ചെയ്താൽ അപ്പോൾ ആ മനസ്സ് ബ്രഹ്മമായി മാറുന്നു. ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ആത്മജ്ഞാനം അപ്പോഴാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുക. ചിത്തം ലയിച്ച് നിദ്രയിൽ ആണ്ടുപോകാതെയോ ചലിച്ച് പ്രപഞ്ച പ്രതിഭാസങ്ങൾ ഉണ്ടാക്കാതെയോ അചഞ്ചലമായി നിർവികാരമായി സ്ഥിതി ചെയ്യും എങ്കിൽ അത് തന്നെയാണ് ബ്രഹ്മസ്വരൂപം. അപ്പം മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ നിരോധിക്കാതെ ആത്മജ്ഞാനം നേടാൻ സാധ്യമല്ല. ഇത് തന്നെയാണ് ഉള്ളൊരു നിർവികാര രൂപം എന്ന് ചെറുവാക്യത്തിൽ ഗുരുദേവൻ പ്രഖ്യാപിക്കുന്ന മഹാസത്യം. മനസ്സ് തന്നെയാണ് ബ്രഹ്മം എന്ന് അറിയണം. ബ്രഹ്മം ചലിക്കാത്തതല്ലേ, മനസ്സ് ചലിക്കുന്നതല്ലേ. മനസ്സിൻ്റെ ചലനം നിലച്ചാൽ
ഈ മനസ്സ് തന്നെ ബ്രഹ്മഭാവം കൈക്കൊള്ളും. ബ്രഹ്മത്തിൽ ചലനത്തെ ആരോപിക്കുമ്പോൾ മനസ്സുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെന്ന് തോന്നുമ്പോഴും മനസ്സെന്ന വേറിട്ട ഒരു വസ്തുവില്ല, ആത്മാവ് തന്നെയാണ് മനസ്സായും പ്രകടമാകുന്നത്. ആദ്യത്തെ 6 ശ്ലോകങ്ങളിൽ നിർവികൽപമായ സത്യത്തിൻ്റെ സ്വരൂപം വെളിപ്പെടുത്തി ജിജ്ഞാസുവിൻ്റെ മനസ്സിൽ സത്യബോധം ഉറപ്പിക്കുവാനാണ് ഗുരുദേവൻ ശ്രമിച്ചത്. 6 ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ വായിച്ച് അവസാനിപ്പിച്ചത് 6ാമത്തെ ശ്ലോകമാണ്. ഈ 6 ശ്ലോകങ്ങളിൽ നിർവികൽപമായ ആത്മതത്വത്തിൻ്റെ സ്വരൂപത്തെ പറഞ്ഞു തന്ന് ജിജ്ഞാസുവായ ഒരു വ്യക്തിയുടെ മനസ്സിൽ സത്യബോധം ഉറപ്പിക്കാനാണ് ഗുരുദേവൻ ശ്രമിച്ചത്. ഒരു സത്യാന്വേഷി സിദ്ധാന്തപരമായി പരമാത്മബോധം ഉൾക്കൊള്ളുകയാണ് ആദ്യമായി വേണ്ടത്. പരമാത്മാവ് എന്ന ഒരു സത്യമുണ്ട് എന്ന് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി ആദ്യം അംഗീകരിക്കണം. പരമാത്മാവിനെ ആദ്യമേ സംശയിച്ചു കഴിഞ്ഞാൽ ആ തത്വത്തെ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അതുണ്ട് എന്ന് വിശ്വസിച്ച് തന്നെ മുന്നേറണം. ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കളയാം. അങ്ങനെ മുമ്പോട്ട് പോയാൽ അതിനെ കിട്ടുകയില്ല. അതുണ്ട് എന്ന് മാത്രമല്ല, അത് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും തന്നെ ഇല്ല. അഥവാ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ആത്മാവിൻ്റെ തന്നെ പ്രകടനങ്ങളാണ് എന്ന് നമ്മുടെ ബുദ്ധി ആദ്യം അംഗീകരിക്കണം. സംശയത്തിൻ്റെ കരിനിഴലിൽ നിന്നുകൊണ്ട് ആത്മാവിനെ അന്വേഷിച്ചാൽ അതിനെ അറിയാൻ സാധ്യമല്ല. അത് സദാ വ്യക്തമായി നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, അങ്ങനെയാണോ? ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് മാത്രം പറയരുത്. ഞാനുണ്ട് എന്ന അനുഭവം നിങ്ങളെ വിട്ട് എപ്പോഴെങ്കിലും അകലുന്നുണ്ടോ? ഞാൻ ഇല്ലാതാവുന്ന ഏതെങ്കിലും സന്ദർഭമുണ്ടോ? ഞാനിനെ നിങ്ങൾ അനുഭവിക്കാതിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. അബോധാവസ്ഥയിലും ഗാഠനിദ്രയിലും നാം നമ്മുടെ ഉള്ളിലുള്ള ഞാനിനെ അനുഭവിക്കുന്നില്ല. ഇവിടെ അതല്ല. ഞാനില്ലാന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഞാനില്ലാന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നൊരു വ്യക്തി മുന്നോട്ട് വരികയാണെങ്കിൽ അയാളോട് നമുക്ക് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഞാനില്ലാന്ന് നിങ്ങൾ അനുഭവിച്ചു അല്ലേ? ആ അനുഭവിച്ച ഞാൻ ഇല്ലാന്നുണ്ടോ? ഞാൻ ഇല്ലാന്ന് അനുഭവിച്ച ഒരു ഞാൻ വേണ്ടേ? ആ അനുഭവത്തിന് സാക്ഷിയായി ഒരു ഞാൻ വേണ്ടേ? അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഇല്ല എന്ന് പറയാൻ പറ്റും? ചുരുക്കം, ഞാനുണ്ട് എന്നറിയാനും ഞാനില്ല എന്നറിയാനും ഞാൻ വേണം. അതുകൊണ്ടാണ് അതിനെ പരമസത്യം എന്ന് പറയുന്നത്. ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ അറിയാൻ ആത്മാവിന് മാത്രമേ കഴിയൂ. ജഡവസ്തുക്കൾ അവയുടെ ഉണ്മയെയും അറിയുന്നില്ല, അവയ്ക്ക് ചുറ്റുമുള്ള മറ്റു പദാർത്ഥങ്ങളുടെ ഉണ്മയെയും അറിയുന്നില്ല. കല്ലും മണ്ണും ഒക്കെ ഉണ്ട്, ഒക്കെ നിർജീവ വസ്തുക്കളാണ്, ജഡവസ്തുക്കളാണ്. അവയ്ക്ക് അവയുണ്ട് എന്നുള്ള അനുഭവം തന്നെയില്ല. അവയെങ്ങനെ നമ്മളുണ്ട് എന്ന് അനുഭവിക്കും? നമ്മുടെ കാര്യം അങ്ങനെയല്ല. ഞാനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തമായി അനുഭവിക്കുന്നു. ലോകമുണ്ട്, മറ്റ് പദാർത്ഥങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, സൂര്യചന്ദ്രാദികളുണ്ട് എന്നും നമ്മൾ അറിയുന്നു. ഇങ്ങനെ തന്നെ അറിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള ഒന്നിനെ അറിയുക. ആദ്യം അവനവൻ്റെ ഉണ്മ പ്രകാശിക്കും. അതിനെ തുടർന്ന് മാത്രമേ ലോകത്തിൻ്റെ ഉണ്മ പ്രകാശിക്കുകയുള്ളൂ. എപ്പോഴും ഞാനുണ്ട് എന്നറിഞ്ഞതിന് ശേഷമാണ് നാം മറ്റു പലതും ഉണ്ട് എന്നറിയുക. ഇങ്ങനെ തൻ്റെ ഉണ്മയെ സദാ അനുഭവരൂപത്തിൽ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ആത്മാവ്. അതിനെ സംശയിച്ചാൽ പിന്നെ നമ്മൾ എന്തിനെയാണ് വിശ്വസിക്കുക? ഞാൻ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഞാനിനെ പോലും പ്രകാശിപ്പിക്കുന്ന ആത്മതത്വത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനെയാണ് വിശ്വസിക്കുക? ആത്മവിശ്വാസമില്ലാത്തവന് വേറെ എന്തിലാണ് വിശ്വാസം ഉണ്ടാവുക? തന്നെ ഒരാൾ അവിശ്വസിക്കുകയോ? താനല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് അവിശ്വസിക്കാം. നിങ്ങളെ തന്നെ അവിശ്വസിക്കുകയോ? ഞാനുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുകയോ? അതെങ്ങനെ ശരിയാവും? വിഡ്ഢികൾ പോലും അങ്ങനെ ചെയ്യാറില്ലല്ലോ. താനുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കാറില്ലല്ലോ. അപ്പോൾ ബുദ്ധിമാൻ എങ്ങനെയാണ് തൻ്റെ ഉണ്മയെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ സംശയിക്കുക? ആ ഞാനായി പ്രകാശിക്കുന്നത് ആത്മാവാണ് എന്നുകൂടി കണ്ടെത്തണം. അത്രയേ ഉള്ളൂ. ഞാനുണ്ട് എന്നുള്ള അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് ആത്മാവാണ് എന്നുള്ള കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂ.
അതും കൂടെ അറിഞ്ഞാൽ നമ്മളെല്ലാവരും ആത്മജ്ഞാനികളായി മാറും. എന്താ സംശയം? തന്നെ ഒരു പ്രത്യേക ജീവനായി, ഒരു വ്യക്തിയായി നമ്മൾ കരുതുന്നു. അതിൻ്റെ അധിഷ്ഠാനമായി പ്രകാശിക്കുന്ന ആത്മതത്വത്തെ കാണാതെയിരിക്കുന്നു. കാണാതെയാണ് അതിനെ നിഷേധിക്കുന്നത്. കാണാതെ നിഷേധിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമല്ല. കണ്ടിട്ട് നിഷേധിക്കൂ. കണ്ടു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഒന്നിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാൻ പറ്റുക? അപ്പോൾ കാണാത്തതിനെ മാത്രമേ നമുക്ക് നിഷേധിക്കാൻ പറ്റൂ. കാണുന്നതിന് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ നിഷേധിച്ച് ആ പ്രപഞ്ചത്തിൻ്റെയും അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരത്തിലൂടെ അംഗീകരിക്കണം. ആദ്യം ഈ സിദ്ധാന്തപരമായ സത്യത്തെ നാം ഉൾക്കൊള്ളണം. അല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരു സത്യാന്വേഷി സിദ്ധാന്തപരമായി പരമാത്മബോധം ഉൾക്കൊള്ളുകയാണ് ആദ്യമായി വേണ്ടത്. പരമാത്മബോധത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് ചോദിച്ചാൽ, കാണപ്പെടുന്ന നാമരൂപങ്ങൾ കള്ളം. ഈ നാമരൂപങ്ങളുടെ അധിഷ്ഠാനമായി ഒരു സത്യവസ്തു ഉണ്ട്. അതിൻ്റെ ഒരു ശക്തി വിശേഷമാണ് നാമരൂപങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് സിദ്ധാന്തപരമായി പരമാത്മബോധത്തെ ഉൾക്കൊള്ളുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രത്തിൽ സൂത്രകാരനും ഭാഷ്യകാരനും അതുപോലെ ഗീതയിൽ ഭഗവാനും തുടക്കത്തിൽ ഈ രീതി തന്നെ അവലംബിച്ചിരിക്കുന്നത്. ബ്രഹ്മസൂത്ര എഴുതിയത് വേദവ്യാസനാണ്. ആ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചത് ശ്രീശങ്കര ഭഗവത്പാദരാണ്. ഗീതയിൽ അർജുനന് തത്വോപദേശം ചെയ്യുന്നത് ഭഗവാനായ ശ്രീകൃഷ്ണനാണ്. ഇവരെല്ലാവരും ഇതേ രീതി തന്നെയാണ് അവലംബിച്ചിരിക്കുന്നത്. എന്ത്? ആദ്യം സിദ്ധാന്തപരമായി സത്യം എന്താണെന്ന് കേട്ടോ അല്ലെങ്കിൽ വേദാന്ത പുസ്തകങ്ങൾ വായിച്ചോ മനസ്സിലാക്കണം. എങ്ങനെയായാലും വേണ്ടില്ല, കേട്ട് തന്നെ മനസ്സിലാക്കണമെന്നില്ല. വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഉപനിഷത് ഭാഷ്യവും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും ഒക്കെ വായിച്ച് തന്നെ ഈ സിദ്ധാന്തപരമായ ജ്ഞാനം നമുക്ക് നേടാവുന്നതാണ്. വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അറിവുള്ളവർ പറയുന്നത് കേട്ട് ആത്മതത്വം എന്താണ്, അതിനെ എങ്ങനെയാണ് നാം അനുഭവിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ബ്രഹ്മസൂത്രത്തിൽ ആദ്യത്തെ 11 സൂത്രങ്ങളിൽ ജഗത്തിൻ്റെ പരമകാരണമായ പരമാത്മതത്വത്തെ പ്രതിപാദിച്ചിരിക്കുന്നതായി 11ാം സൂത്രത്തിന് ഭാഷ്യം എഴുതുമ്പോൾ ഭാഷ്യകാരൻ തന്നെ വിശദമാക്കുന്നു. ഇവിടെ ഭാഷ്യകാരൻ എന്നതുകൊണ്ട് ശങ്കരാചാര്യരെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മസൂത്രത്തിന് പലരും ഭാഷ്യം എഴുതിയിട്ടുണ്ടെങ്കിലും രാമാനുജാചാര്യർ ഭാഷ്യം എഴുതിയിട്ടുണ്ട്, മാധ്വാചാര്യർ ഭാഷ്യം എഴുതിയിട്ടുണ്ട്, നിംബാർക്കാചാര്യർ അദ്ദേഹവും ഭാഷ്യം എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്വൈത സിദ്ധാന്ത പ്രചാരകനായ ശ്രീശങ്കര ഭഗവത്പാദരാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ സാരത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. മറ്റുള്ളവരൊക്കെ അവരവർക്ക് ബുദ്ധി കൊണ്ട് എത്ര കണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ്. വേദവ്യാസൻ ബ്രഹ്മസൂത്രത്തിലൂടെ എന്താണ് ഉദ്ദേശിച്ചത്, എന്തിനെ പറഞ്ഞു മനസ്സിലാക്കാനാണ് അദ്ദേഹം ബ്രഹ്മസൂത്രം രചിച്ചത് എന്നുള്ളത് വേണ്ടവണ്ണം മനസ്സിലാക്കി വേദവ്യാസർ ഉദ്ദേശിച്ച അതേ അർത്ഥത്തെ തന്നെ തൻ്റെ ഭാഷ്യത്തിലൂടെ ശങ്കരാചാര്യരാണ് പ്രകടമാക്കിയത്. ആ ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തെ സാക്ഷാത് വേദവ്യാസ ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശങ്കരാചാര്യരുടെ ചരിത്രത്തിൽ പറയുന്നത്. ശങ്കരാചാര്യര് ഗംഗയുടെ തീരത്ത് ഒരു ദിവസം ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ തേജസ്വിയായ ഒരു പുരുഷൻ, നരച്ച താടിയും മീശയും ഒക്കെയുള്ള എന്നാൽ പ്രകാശിക്കുന്ന ഒരു രൂപത്തോടുകൂടി ആ ഗംഗാ നദിയുടെ മുകളിലൂടെ, ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നത് കണ്ടു. അദ്ദേഹമായിരുന്നു വേദവ്യാസൻ. നമ്മൾ പറയുന്നത് വേദവ്യാസൻ അങ്ങേരൊക്കെ ചത്തുപോയില്ലേ എന്ന്. ലോകത്തിൽ ചില തത്വങ്ങൾ ശാശ്വതങ്ങളാണ്. നാരദ മഹർഷി, വേദവ്യാസ മഹർഷി ഇവരൊക്കെ നശിക്കാത്ത തത്വങ്ങളാണ്. അവർക്ക് മരണമില്ല. അവർ മനുഷ്യരുമല്ല. അവരെ ഋഷികൾ എന്ന് നമ്മൾ വിളിച്ചാലും അത് അനശ്വരങ്ങളായ തത്വങ്ങളാണ്. അപ്പോൾ അവരൊക്കെ എന്നോ ജീവിച്ച് മൺമറഞ്ഞു പോയവരാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ആദ്യത്തെ 11 സൂത്രങ്ങൾ കൊണ്ട് ജഗത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തെയാണ് വേദവ്യാസർ ഉദ്ദേശിച്ചത് എന്ന് ഭാഷ്യകാരനായ ശങ്കരാചാര്യർ വ്യക്തമാക്കുന്നു. ഗീതയിൽ 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലുള്ള സാഖ്യബുദ്ധി പ്രതിപാദനവും ഈ ഉദ്ദേശ്യത്തെ തന്നെ മുൻനിർത്തിയാണെന്ന് കാണാൻ പ്രയാസമില്ല.
ഒന്നാമത്തെ അധ്യായമാണ്, ഗീതയിലെ ഒന്നാമത്തെ അധ്യായമാണ് അർജുന വിഷാദയോഗം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അധ്യായമാണ് സാഖ്യയോഗം. വാസ്തവത്തിൽ ഭഗവത്ഗീത ആരംഭിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ നിന്നാണ്. ഒന്നാമത്തത് അർജുനന്റെ കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ്. അവിടെ തത്വോപദേശമൊന്നും പറയപ്പെടുന്നില്ല. രണ്ടാമത്തെ അധ്യായം മുതലാണ് ഭഗവാൻ തത്വോപദേശം ആരംഭിക്കുന്നത്. അപ്പൊ സാഖ്യബുദ്ധി എന്ന് പറഞ്ഞാൽ, സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്പർ, സംഖ്യകൾ എന്നാണ് അർത്ഥം. അതായത് ഈ ലോകത്തിൽ കാണപ്പെടുന്ന അനന്തകോടി പദാർത്ഥങ്ങളെ ഓരോന്നിനെയും വേണ്ടവണ്ണം തരംതിരിച്ച് പല പല തത്വങ്ങളാക്കി മാറ്റി, അവയൊന്നും സത്യമല്ല, ഈ തത്വങ്ങളുടെയൊക്കെ അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവ് മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് പറഞ്ഞു തരുന്ന സമ്പ്രദായമാണ് സാഖ്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ സാഖ്യ സിദ്ധാന്തത്തിൽ തന്നെയാണ് സാഖ്യയോഗത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നത്. ഉറപ്പ് വന്ന ബുദ്ധി, ആത്മാവ് മാത്രമാണ് സത്യം, ഈ പ്രപഞ്ചം അതിലെ വെറും ഭ്രമമാണ് എന്ന് സിദ്ധാന്തപരമായി മനസ്സിലാക്കി തരുന്ന ഒരു സമ്പ്രദായമാണ് സാഖ്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി ആത്മാവ് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ, മറ്റുള്ളതൊക്കെ അതിൽ പൊന്തി മറയുന്ന കഴമ്പില്ലാത്ത കാഴ്ചകൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ അയാൾക്ക് സാഖ്യബുദ്ധി ഉണ്ട്, അല്ലെങ്കിൽ അയാൾ സാഖ്യബുദ്ധി നേടി എന്ന് പറയാം. ഇവിടെയും ഇങ്ങനെ ആദ്യമേ തന്നെ ബ്രഹ്മസ്വരൂപ വിവരണത്തിൽ കൂടി ബ്രഹ്മബോധം ഉളവാക്കിക്കൊണ്ട് ഇനി 7-ാം ശ്ലോകം മുതൽ 35 വരെയുള്ള 29 ശ്ലോകങ്ങളിൽ സത്യാന്വേഷണത്തെ ത്വരിപ്പിക്കുന്ന സാധനാമാർഗങ്ങൾ ക്രമമനുസരിച്ച് അനുഭൂതിയുടെ വിവിധ ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന വിധം ചർച്ച ചെയ്യുകയാണ് ഗുരുദേവൻ. ആത്മോപദേശ ശതകത്തിലെ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ സാഖ്യബുദ്ധി ഉറപ്പിക്കാൻ ഉതകുന്നവയാണ്. അങ്ങനെ ബ്രഹ്മം എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു തന്നതിന് ശേഷം 7 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ, അതായത് 29 ശ്ലോകങ്ങളിൽ സത്യാന്വേഷണത്തിൻ്റെ വേഗത കൂട്ടുന്ന, അതായത് നമ്മൾ അതിവേഗം ഈ ആത്മാവിൽ ചെന്നെത്താൻ വേണ്ടി അത് കുറച്ചുകൂടെ ത്വരിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സത്യാന്വേഷണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഉതകുന്നവയാണ് 29 ശ്ലോകങ്ങൾ. അതിനുള്ള സാധനാമാർഗങ്ങൾ അതൊക്കെ ക്രമമായി ഓരോ സാധനകളിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെയുള്ള അനുഭവങ്ങളാണ് ലഭിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ചർച്ച ചെയ്തുകൊണ്ട് ഗുരുദേവൻ മുന്നോട്ട് പോകുന്നു. ആത്മസത്യത്തെ മറച്ചിരിക്കുന്ന അജ്ഞാന മറയ മാറ്റുകയാണ് സത്യാനുഭവത്തിനുള്ള ഒരേ ഒരു മാർഗം. ആത്മാവ് ഇല്ലാത്ത ഒന്നല്ല, അത് മാത്രമാണ് സത്യമായിട്ടുള്ളത്. പക്ഷേ ആ ആത്മസത്യത്തെ അജ്ഞാനം ഒരു മറ പോലെ മറച്ചിരിക്കുന്നു. ഈ പറയുന്നതും ശരിയല്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആദ്യന്തങ്ങളില്ലാത്ത ആത്മതത്വത്തെ അജ്ഞാനം എങ്ങനെ മറയ്ക്കും? ഈ ചോദ്യത്തിന് മറയ്ക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് മറുപടി. പക്ഷേ ആത്മാവ് മറഞ്ഞതുപോലെയാണല്ലോ നമ്മുടെ അനുഭവം. നമ്മൾ ഈ പ്രപഞ്ചവും ഞാനും ആത്മാവാണ് എന്ന് തൽക്കാലം അറിയുന്നില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളാരും ഇവിടെ വന്ന് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനും ഇവിടെ വന്ന് വളവളാന്ന് പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് അറിയാൻ ആഗ്രഹിക്കുന്നവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബ്രഹ്മജ്ഞാനി എന്ന് പറയാൻ ആളല്ല, ഞാൻ ആത്മജ്ഞാനം നേടിയവനാണ്, ഇതൊക്കെ ഈ ആത്മസത്യത്തെ ഞാൻ സൂര്യതുല്യം സാക്ഷാത്കരിച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ ഗ്രന്ഥം വായിക്കുന്നത് വഴി, അല്ലെങ്കിൽ ഈ തത്വത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക വഴി എനിക്ക് ഒരു വ്യക്തത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഉണ്ടാകണം എന്നുള്ള ഒരു സ്വാർത്ഥത എൻ്റെ പ്രഭാഷണത്തിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അറിയാൻ വേണ്ടി വന്നവരാണ്. ആത്മതത്വത്തെ സാക്ഷാത്കരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എൻ്റെ മുന്നിലിരിക്കുന്നവരാണ്. എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയിൽ തന്നെയാണ്. വി ആർ ഇൻ ദ സെയിം ബോട്ട്. രണ്ടുപേർക്കും ലക്ഷ്യം കാണണം എന്നുള്ള ഉദ്ദേശ്യമാണ്. ആത്മസത്യത്തെ ഒന്നും മറയ്ക്കുന്നില്ല. പക്ഷേ മറച്ചതുപോലെ തോന്നുന്നത് കൊണ്ട് ആ മറ മാറ്റിയാലേ പറ്റൂ, എന്നാലേ കാഴ്ച വ്യക്തമാകൂ. ആ അജ്ഞാനമറയെ മാറ്റുകയാണ് സത്യാനുഭവത്തിനുള്ള ഒരേ ഒരു മാർഗം. ഇതത്ര എളുപ്പമുള്ള പ്രക്രിയയല്ല എന്ന് ബാലകൃഷ്ണൻ നായർ സാർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്.
പക്ഷെ അദ്ദേഹം നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു പ്രയാസവും ഇല്ലെന്നേ. അടുക്കളയിൽ ചമ്മന്തിക്ക് അരച്ചോണ്ടിരിക്കുമ്പോൾ ഈ തത്വബോധം ഉറപ്പിക്കാം. വീട് വൃത്തിയാക്കുമ്പോൾ, വീട് തൂക്കുമ്പോൾ, കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ, തുണി നനയ്ക്കുമ്പോൾ എല്ലാം ഈ ആത്മതത്വത്തെ വിചാരിച്ചുകൊണ്ട് ജീവിക്കുക വളരെ എളുപ്പമാണിത് എന്നാണ് അദ്ദേഹം ജിജ്ഞാസുക്കളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എഴുതി വെച്ചത് ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സാർ ഒരിക്കലും ആരെയും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. നല്ല ഉറപ്പ് വന്ന ഒരാളല്ലേ രമേശ്, ഏതാണ്ട് പൂർണ്ണ തത്വബോധം നേടിക്കഴിഞ്ഞു എന്നാണ് എന്നോട് തന്നെ എന്നെ നിർത്തിക്കൊണ്ട് സാറ് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയാം ഞാൻ എവിടെ വരെ എത്തിയത്. അപ്പോൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാർഗമാണ് സാറിൻ്റെത്. ആരെയും അദ്ദേഹം തരം താഴ്ത്തുകയില്ല. നീയൊക്കെ എവിടെ രക്ഷപ്പെടാനാണടാ എന്നൊന്നും സാർ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് പറ്റും, സ്വല്പം കൂടെ മുമ്പോട്ട് പോയാൽ മതി. മല കയറുന്നത് പോലെയാണ്. മല കയറിയിട്ടുള്ളവർക്കറിയാം. മല കയറി പരിചയമുള്ളവർ ആദ്യമായി മല കയറുന്നവരോട് എന്ത് പറയുമെന്നറിയാമോ? നമ്മളിങ്ങനെ നോക്കും, അയ്യോ ഇനി എത്ര ദൂരം കയറാൻ കിടക്കുന്നു. അപ്പോഴേ ഈ പരിചയമുള്ള ആൾ പറയും, ഒരിക്കലും മുകളിലേക്ക് നോക്കിക്കൊണ്ട് മല കയറരുത്. അതായത് മലയുടെ മുകൾ ഭാഗത്തെ നോക്കിക്കൊണ്ട് കയറരുത്. എന്നാലേ അപ്പോഴാണ് നമുക്കൊരു തളർച്ച തോന്നുന്നത്. തറയിൽ നോക്കിക്കൊണ്ട് മല കയറുക. അങ്ങനെ കയറി കയറി വരുമ്പോൾ നമ്മൾ മലയുടെ മുകൾ ഭാഗത്ത് എത്തുന്നത് നമ്മൾ പോലും അറിയില്ല. എപ്പോഴും ചിലരുണ്ട്, ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ 300 പേജുള്ള ഒരു പുസ്തകമാണെന്ന് വിചാരിക്കുക. ആദ്യം മുതലേ വായിച്ചു പോകുന്നതിന് പകരം അവസാനത്തെ പേജ് ഇങ്ങനെ തുറക്കും. അയ്യോ 300 പേജുണ്ട്, ഇത് ഞാൻ എന്ന് വായിച്ച് തീർക്കാനാണ്. സത്യമാണ്, അയാൾ ആ ബുക്ക് വായിച്ച് തീർക്കാൻ പോകുന്നില്ല. ഇങ്ങനെ കണ്ട അമ്പരന്ന് നിൽക്കുന്നതിന് പകരം ഓരോ പേജായിട്ട് വായിച്ച് മുന്നോട്ട് പോകൂ. ഓരോ പേജും നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അവസാനത്തെ പേജിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പുരോഗതി പരിശോധിക്കാതെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധയുള്ളവരായി മുന്നേറുമെങ്കിൽ അനായാസം ഈ സത്യത്തെ കണ്ടെത്താം. എന്തായാലും ഈ ആത്മജ്ഞാനം നേടുക എന്നുള്ളത് എളുപ്പമുള്ള പ്രക്രിയയല്ല എന്നാണ് സാറിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സത്യാന്വേഷണം ഉപേക്ഷിക്കാവുന്നതുമല്ല. പ്രയാസമാണ് എന്ന് വെച്ചിട്ട് അയ്യോ ഞാനിതിനില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പിന്മാറുകയും അരുത്. ഉപേക്ഷിച്ചാൽ ജനനമരണ രൂപമായ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പിന്മാറിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ജനനമരണ രൂപമായ സംസാരത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ സാധനാനുഷ്ഠാനം എവിടം മുതൽ ആരംഭിക്കണം എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ആ കാര്യമാണ് 7-ാം ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. ആ സാധനകളുടെ ആരംഭം എവിടെ നിന്ന് വേണം, എവിടെ നിന്ന് തുടങ്ങണം ഈ ആത്മാന്വേഷണം, ആ കാര്യം 7-ാം ശ്ലോകം മുതലാണ് പറയുന്നത്. ആ ഭാഗം നമ്മുടെ അടുത്ത മാസത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.